രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ നിർണായക സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ഡോക്ടർ എസ് ജയശങ്കർ, നിർമ്മല സീതാരാമൻ എന്നിവർ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലും ഉണ്ടാകുമെന്ന് ഉറപ്പായി. മൻസുഖ് മാണ്ഡവ്യ, ധർമ്മേന്ദ്ര പ്രധാൻ, അശ്വിനി വൈഷ്ണവ് എന്നിവരും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ഉണ്ടാകും. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമാകുമെന്നാണ് കരുതപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയാണ് ക്യാബിനറ്റ് റാങ്കോടുകൂടി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലെത്തുന്നത്. അസം മുൻ മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാലും മുൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലും ഉണ്ടാകും. പ്രധാനപ്പെട്ട എൻഡിഎയുടെ ഘടകകക്ഷി നേതാക്കളും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കർണാടകത്തിൽ നിന്നുള്ള എച്ച് ഡി കുമാരസ്വാമി, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള റാം മോഹൻ നായിഡു, ബീഹാറിൽ നിന്നുള്ള ലല്ലൻ സിംഗ് എന്നിവരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രമുഖ ഘടകകക്ഷി നേതാക്കൾ. ജയന്ത് ചൌധരി, അനുപ്രിയ പട്ടേൽ എന്നിവരും ഇന്ന് മോദി സർക്കാരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജസ്ഥാനിൽ നിന്ന് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും അർജുൻ റാം മേഘ്വാളും ഇന്ന് കേന്ദ്രമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മധ്യപ്രദേശിൽ നിന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയും ഇന്ന് കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഏതാണ്ട് 40ഓളം മന്ത്രിമാരാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. മന്ത്രിസഭാ വികസനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്.